ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചീര തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കെട്ട് ചീരയാണ് എടുത്തിരിക്കുന്നത്. പച്ച ചീരയാണ് കേട്ടോ. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2-3 തവണയെങ്കിലും കഴുകിയെടുക്കണം. ഈ ഇലയിലൊക്കെ മണ്ണുണ്ടാവും. അപ്പോൾ നന്നായി മണ്ണൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളം ഒക്കെ തോർന്ന് കളഞ്ഞ ശേഷം നമുക്കിതുപോലെ പൊടിയായി ഒന്ന് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇനി പാനിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് ഒരു സവോള പൊടിയായി അരിഞ്ഞത് അതാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വലിയ സവോള ഇല്ലെങ്കിൽ ചെറിയ ഉള്ളിയും ചേർക്കാം കേട്ടോ. അത് ഏത് വേണമെങ്കിലും ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഇനി അതിലേക്ക് 3 പച്ചമുളക്, കൂടുതൽ എരിവൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി ഇടുന്നത് വെളുത്തുള്ളി. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചീര തോരൻ ഉണ്ടാക്കുമ്പോഴൊക്കെ വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് അത്രയും നല്ല മണവും രുചിയാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് അടച്ച് വെച്ചാൽ തന്നെ ഇത് ആവിയിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. ഇതിൻ്റെ ചീരത്തണ്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അത് കുറച്ചുകൂടെ വേകാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. കാരണം ആദ്യം തന്നെ കൂടുതൽ ഉപ്പിടരുത്. കാരണം ഈ ഇലക്കറികളിൽ എപ്പോഴും ഉപ്പ് രസം ഉണ്ടാവുമെന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ ഉപ്പിട്ടാൽ മതി. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇനിയും വേവിക്കരുത്. ഇനി ഇതുപോലെ ഒന്ന് അകറ്റി വെച്ച ശേഷം ആ വെള്ളം നടുവിൽ ഊർന്ന് വരണം. അപ്പോൾ ആ ഊർന്ന് വരുമ്പോൾ ആ വെള്ളം വറ്റിയ ശേഷം നമുക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് അതും കൂടെ ചേർക്കാം. ഇതെല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീര തോരൻ ഇവിടെ റെഡി കേട്ടോ. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കണ്ണിന് കാഴ്ചശക്തി കൂട്ടാനും ബ്ലഡ് കൂട്ടാനും ഒക്കെ വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. ഈ ഇലക്കറികളിൽ ഒന്നാണ് ഈ ചീര. അപ്പോൾ ഇത് ആഴ്ചയിൽ 1 തവണയെങ്കിലും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുക ഇലക്കറികൾ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.